السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പഠിതാക്കളായ സഹോദരങ്ങളെ, അൽ ഇമാം അൽ മുജദ്ദിദ് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസൂലുസ്സുന്ന എന്ന കിതാബിൻ്റെ ഷറഹാണ് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ പിഴച്ച കക്ഷികളിൽ നിന്ന് സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മുഴുവൻ സ്വഹാബികളും സത്യസന്ധരും നീതിമാന്മാരുമാണ് എന്നും അവരെ എല്ലാവരെയും അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നും, അതുകൊണ്ട് തന്നെ സ്വഹാബികളിൽ ഒരാളെയും കൊച്ചാക്കുവാനോ പരിഹസിക്കുവാനോ അധിക്ഷേപിക്കുവാനോ കുറ്റം പറയുവാനോ പാടില്ല എന്നും വളരെ കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചു. 4 ഖലീഫമാർ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, സ്വഹാബികളുടെ കൂട്ടത്തിൽ അവരാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരെന്നും, പിന്നീട് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മുഹാജിറുകളിലെ മറ്റ് 6 പേരും, പിന്നീട് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മുഹാജിറുകളിൽപ്പെട്ടവരും, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അൻസാറുകളിൽപ്പെട്ടവരും, അതിനുശേഷം അൻസാറുകളിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കുമാണ് മഹത്വമെന്നും, അതിനുശേഷം ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തവർക്കാണ്, പിന്നീട് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവർക്കാണ്, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സുഹബത്തിൻ്റെയും ഹിജ്റയുടെയും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ, വർഷങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ അവർക്ക് ഫളായിലുകളുണ്ട് എന്നും, ഏറ്റവും ചുരുങ്ങിയത് നബിയെ മുസ്ലിമായി ഒരു തവണയെങ്കിലും കാണുകയും മുസ്ലിമായി മരണപ്പെട്ടു പോവുകയും ചെയ്ത ഒരു സ്വഹാബിക്കാണ് പിന്നീട് വരുന്ന താബിഈങ്ങളെക്കാൾ, അവർ എത്ര വലിയ അമലുകൾ ചെയ്തവരാണെങ്കിലും അവരെക്കാൾ എല്ലാം ശ്രേഷ്ഠത നബിയെ കണ്ട ഒരു സ്വഹാബിക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൽപ്പെട്ടതാണ് ഉദാഹരണത്തിന് അബൂ സുഫിയാൻ. അത് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുകയാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം സ്വഹാബിയാണ്. ഫത്ഹു മക്കയ്ക്ക് ശേഷം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ധാരാളം ഇസ്ലാമിനു വേണ്ടി യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അബൂ സുഫിയാൻ അതിനു മുമ്പ് ഇസ്ലാമിനെതിരിൽ യുദ്ധം ചെയ്ത ആളാണ്. ഉഹദ് യുദ്ധത്തിൽ ഇസ്ലാമിനെതിരിൽ അങ്ങനെ ഒരു യുദ്ധമുണ്ടാകാനും അതേപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുവാനും കാരണക്കാരനായി തീർന്ന വ്യക്തിത്വമാണ്. വേറെയും ധാരാളം പ്രയാസങ്ങൾ അബൂ സുഫിയാനിലൂടെ മുസ്ലിമീങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ ഖദറിൽപ്പെട്ടതാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല നിർജീവമായ ഭൂമിക്ക് ജീവൻ നൽകുന്നത് പോലെ മരിച്ചു കിടക്കുന്ന ഹൃദയങ്ങൾക്ക് അള്ളാഹു ഈമാൻ കൊണ്ട് ജീവൻ നൽകുന്നു. അതിൽപ്പെട്ടതാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. പലരും അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും. എന്നാൽ അബൂ സുഫിയാൻ എന്ന് കേൾക്കുമ്പോൾ പലരും റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ മറന്നു പോകാറുണ്ട്, വിട്ടുപോകാറുണ്ട്. അദ്ദേഹം ഇപ്പോഴും ഇസ്ലാമിൻ്റെ ശത്രുവാണ് എന്നുള്ള നിലക്കൊക്കെ കരുതി പോരുന്നവരുണ്ട്. അത് ശരിയല്ല. പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച എല്ലാ ആളുകളും നബിയുടെ കാലഘട്ടത്തിലുള്ളവരാണെങ്കിൽ അവർ സ്വഹാബികളായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയേക്കാൾ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയേക്കാൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയേക്കാൾ, അതേപോലെയുള്ള മഹാരഥന്മാരായ ഇസ്ലാമിക ലോകത്തിന് വമ്പിച്ച സേവനം ചെയ്ത താബീങ്ങളിലും തബഉ താബീങ്ങളിലും പെട്ട വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. അവരെക്കാളൊക്കെ ശ്രേഷ്ഠതാർക്കാണ്? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനാണ്, നമ്മളിപ്പോൾ പറഞ്ഞ തത്വപ്രകാരം. കാരണം അള്ളാഹുവിൻ്റെ റസൂലിനെ ഒരു നോക്കെങ്കിലും കണ്ട ഏതൊരാളും മുസ്ലിമാണെങ്കിൽ മറ്റുള്ള എത്ര വലിയ അമലുകളുള്ളവരെക്കാളും എത്ര വലിയ പണ്ഡിതന്മാരെക്കാളും അവർക്കാണ് കൂടുതൽ ശ്രേഷ്ഠത. അൽഹംദുലില്ലാഹ്. ഇനി ഗ്രന്ഥകർത്താവ് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം, ഇസ്ലാമിൻ്റെ അസ്ലിൽപ്പെട്ടതാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉസൂലിൽപ്പെട്ടതാണ്. ഇതിൽ സംഭവിക്കുന്ന വീഴ്ച ഒരു നാട്ടിൽ അരാജകത്വമുണ്ടാകാനും കലാപമുണ്ടാകുവാനും കാരണമായിത്തീരും. ധാരാളം ബറക്കത്തുകൾ നഷ്ടപ്പെടും, ധാരാളം ഷർറുകൾ ഉണ്ടായിത്തീരും
ഇതിൽ പറഞ്ഞ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ. അങ്ങനെയുള്ള ഉസൂലുസുന്ന, സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഗ്രന്ഥകർത്താവ് സൂചിപ്പിക്കുന്നത്. പിഴച്ച ധാരാളം കക്ഷികൾക്ക് ഇതിൽ വീഴ്ച വരികയും ഇസ്ലാമിൽ നിന്ന് ആദ്യം പുറത്തുപോയ കക്ഷി ഈ വിഷയത്തിലാണ് അവർക്ക് അബദ്ധം സംഭവിച്ചത്. എന്താണ് എന്ന് നോക്കാം. അദ്ദേഹം പറയുന്നു, വസ്സമഉ വത്വാഅ, കേൾക്കലും അനുസരിക്കലും. ആർക്ക്? ലിൽ അഇമ്മ, ഇമാമുമാരെ അഥവാ ഭരണകർത്താക്കളെ, വ അമീരിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ അമീറുകളെ, അവരെ കേൾക്കലും അനുസരിക്കലും അത് അഹ്ലുസ്സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉസൂലിൽപ്പെട്ടതാണ്. വസ്സമഉ വത്വാഅ, കേൾക്കലും അനുസരിക്കലും. ലിൽ അഇമ്മത്തി, അഇമ്മത്തുകൾ എന്ന് പറഞ്ഞാൽ ഹാക്കിമുകൾ, ഭരണാധികാരികൾ. വ അമീരിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ അമീറുകൾ, ഖലീഫമാരടക്കമുള്ള ആളുകൾ. അൽ ബർരി വൽ ഫാജിരി, ശ്രദ്ധിക്കുക, അയാൾ പുണ്യവാനാണെങ്കിലും ശരി, വൽ ഫാജിർ, തോന്നിവാസിയാണെങ്കിലും ശരി, മോശക്കാരനായ ഭരണാധികാരിയാണെങ്കിലും ശരി, നല്ല ഭരണാധികാരിയാണെങ്കിലും ശരി, അവരെ അനുസരിക്കണം. വമൻ വലിയൽ ഖിലാഫ, ആരാണോ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്, വജ്തമ അന്നാസു അലൈഹി, ജനങ്ങൾ അയാൾക്ക് ചുറ്റും ഒരുമിച്ച് കൂടിയാൽ. മൻ വലിയൽ ഖിലാഫ, ഒരാൾ ഖിലാഫത്ത് ഏറ്റെടുത്തു. വജ്തമ അന്നാസു അലൈഹി, ജനങ്ങൾ ആ ഖിലാഫത്ത് അംഗീകരിക്കുകയും ആ ഭരണാധികാരിക്ക് ബൈഅത്ത് ചെയ്ത് അദ്ദേഹത്തിന് ചുറ്റിലും കൂടിയാൽ. വറദൂ ബിഹി, ആ വ്യക്തിയെ തൃപ്തിപ്പെടുകയും ചെയ്താൽ അവരെയും അനുസരിക്കണം. അതേപോലെ തന്നെ വമൻ ഗലബ അലൈഹിം ബിസ്സൈഫ്, അവിടെ വമൻ ബിസ്സൈഫ് എന്നായിരിക്കും കാണുന്നത്, വമൻ ഗലബ അലൈഹിം ബിസ്സൈഫ് എന്നാണ്. അവരുടെ മേൽ വാളുകൊണ്ട്, ആയുധം കൊണ്ട് അവരെ കീഴ്പ്പെടുത്തി. ഹത്താ സാറ ഖലീഫത്തൻ, അങ്ങനെ ഖലീഫയായി തീർന്നു. വസുമ്മിയ അമീറുൽ മുഅ്മിനീൻ, എന്നിട്ട് അമീറുൽ മുഅ്മിനീൻ ആണ് എന്ന് പറയപ്പെടുകയും ചെയ്താൽ ആ ഖലീഫയെയും എന്ത് ചെയ്യണം? അനുസരിക്കണം. അപ്പോൾ ജനങ്ങൾ ഇഷ്ടത്തോടെ തൃപ്തിപ്പെട്ട് അംഗീകരിച്ച് ബൈഅത്ത് കൊടുത്ത് ഖലീഫയായ ആളാണെങ്കിലും ശരി, ഇനി ഒരാൾ ഒരു വലിയ സൈന്യവുമായി വന്ന് ആ രാജ്യത്തെ കീഴ്പ്പെടുത്തി ആ രാജ്യത്തിലെ ഖലീഫയായി സ്വയം പ്രഖ്യാപിച്ച് മറ്റുള്ളവരെ ആയുധം കൊണ്ട് കീഴ്പ്പെടുത്തുകയും മറ്റുള്ളവരൊക്കെ തോറ്റു, അദ്ദേഹത്തിന് നേതൃത്വം വരികയും അദ്ദേഹം ഖലീഫയാണെന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും മുഅ്മിനുകളുടെ അമീറെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താലും ആ വ്യക്തിയെയും എന്ത് ചെയ്യണം? അനുസരിക്കണം. കാരണം രണ്ട് നിലക്കാണെങ്കിലും, ഒരാൾ ഏത് നിലക്ക് ഖലീഫയായി എന്നതല്ല, ഒരു രാജ്യത്തിലെ ഭരണാധികാരിയാവുന്നതോടുകൂടി മറ്റുള്ളവരൊക്കെ അദ്ദേഹത്തിന് കീഴ്പ്പെടുന്നതോടുകൂടി പിന്നെ ആ വ്യക്തിയെ അനുസരിക്കുകയും ആ വ്യക്തി പറയുന്നത് കേൾക്കുകയും ചെയ്യുക എന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉസൂലുകളിൽ പെട്ടതാണ്. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഈ വിഷയത്തിലെ ഒരു മേഖലയാണ്. കാരണം ഒരാൾക്ക് ഭരണവും സൈന്യവും മറ്റു കാര്യങ്ങളും ഒരാളുടെ അധികാരത്തിൻ്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ടാകുവാൻ ഏറ്റവും ഹൈറായത് ആ ഭരണാധികാരിയെ കേൾക്കലും അനുസരിക്കലുമാണ്. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ പറയാത്ത കാലത്തോളം ഭൗതിക വിഷയത്തിൽ ആ ഭരണാധികാരിക്ക് കീഴൊതുങ്ങി ജീവിക്കലാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വം. അതിനെതിരിൽ ഇറങ്ങി പുറപ്പെടാനോ അയാളെ ഞാൻ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുന്നതോ ഒരിക്കലും ആ വ്യക്തിക്ക് ഹൈറല്ല, ആ വ്യക്തിയുടെ കുടുംബത്തിന് ഹൈറല്ല, ആ നാടിന് ഹൈറല്ല. കാരണം ഭരണാധികാരിയുടെ കയ്യിൽ ആയുധമുണ്ട്, സൈന്യമുണ്ട്. അവർ എതിര് നിന്നാൽ അവരെ അടിച്ചമർത്തും. അങ്ങനെ ഭൂമിയിൽ കലാപമുണ്ടാവാൻ അത് കാരണമായിത്തീരും. അതുകൊണ്ട് ഭൂമിയിൽ ഫസാദില്ലാതിരിക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഒരാൾ എല്ലാവരും അംഗീകരിക്കപ്പെട്ടുകൊണ്ട് ഖലീഫയായാലും ശരി, അധികാരത്തിലൂടെ ശക്തി ഉപയോഗിച്ച് ഭരണാധികാരിയായാലും ശരി, രണ്ടവസ്ഥയിലും അവരെ അനുസരിക്കണം. അവർ എത്ര വലിയ ക്രൂരന്മാരാണെങ്കിലും ശരി, അതേപോലെ തന്നെ ഇനി അവർ നിറം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ കുറവുള്ളവരാണെങ്കിലും ശരി, അവരെ അനുസരിക്കണം എന്നുള്ളത്
ഇസ്ലാമിൻ്റെ തത്വമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, ഇസ്മഉ വ അത്തിഉ, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും വേണം. വ ഇനിസ്തുഅ്മില അലൈക്കും അബ്ദുൻ ഹബശിയുൻ, ഒരു ഹബശിയായ അബ്സീനിയക്കാരനായ ഒരു അടിമയാണ് നിങ്ങളുടെ മേൽ അമീറായി വരുന്നതെങ്കിലും. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉപദേശം അത് കേട്ട് സ്വഹാബത്തിന് തോന്നി അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയുന്ന ഒരു അവസരം എത്തിയിരിക്കുന്നു. അവർ പ്രവാചകനോട് കൂടുതൽ വസിയത്ത് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, അലൈക്കും ബിസ്സംഇ വത്വാഅ വ ഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയുൻ, എനിക്ക് ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം, നിങ്ങളുടെ മേൽ അധികാരത്തിൽ വരുന്നത് ഒരു അബ്സീനിയക്കാരനായ അടിമയാണെങ്കിലും നിങ്ങൾ ആ വ്യക്തിയെ അനുസരിക്കുകയും അയാൾ പറയുന്നത് കേൾക്കുകയും വേണം. കാരണം ഭരണകൂടത്തിനെതിരെ കലാപമുണ്ടാക്കിയാൽ ഒരിക്കലും ആ രാജ്യത്ത് സമാധാനമുണ്ടാവില്ല, കൂടുതൽ രക്തം ചിന്തുകയാണ് ഉണ്ടാവുക. ഒരു മോശക്കാരനായ ഭരണാധികാരിയുടെ കീഴിൽ അനുസരിച്ച് നിൽക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നത്തേക്കാൾ ഗുരുതരമാണ് അതിനെതിരിൽ വിപ്ലവം, വ്യക്തികളും ഗ്രൂപ്പുകളും ആയുധമെടുത്താൽ പരസ്പരം തമ്മിൽ തല്ലുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഷർറിനേക്കാൾ വലിയ ഷർറാണ് അവിടെ ഉണ്ടാവുക. ഇസ്ലാം ചെറിയ ഷർറിനെ, വലിയ ഷർറിനെ ബ്ലോക്ക് ചെയ്യാൻ ചെറിയ ഷർറിൻ്റെ സാന്നിധ്യത്തെ ഇസ്ലാം അംഗീകരിക്കുന്നു. വലിയ മസ്ലഹത്ത് നേടിയെടുക്കാൻ ചെറിയ മസ്ലഹത്തിൻ്റെ അഭാവത്തെ ഇസ്ലാം അംഗീകരിക്കുന്നു. കാരണം രണ്ട് ഷർറുകളിൽ ഏറ്റവും ഗൗരവമേറിയ ഷർറാണ് തടയപ്പെടേണ്ടത്, രണ്ട് നന്മകളിൽ കൂടുതൽ നന്മ ലഭിക്കുന്നതാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്നത് ഇസ്ലാമിലെ പ്രധാനപ്പെട്ടൊരു ഖാഇദയാണ്, പ്രധാനപ്പെട്ടൊരു തത്വമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭരണാധികാരി മോശമാണ്, ഭരണാധികാരികൾ അങ്ങനെ ചെയ്യുന്നില്ല, ഭരണാധികാരികൾ ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നടക്കലും ശേഷം ആളുകളെ കൂട്ടി വിപ്ലവം നയിക്കലും, അങ്ങനെയാണ് പല ഇസ്ലാമിക രാജ്യങ്ങളിലും കലാപങ്ങളുണ്ടായത്, ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടത്, ഇന്നും അരാജകത്വമുള്ളത്, നിയതമായൊരു ഭരണകൂടം ഇല്ലാത്ത അവസ്ഥ തുടങ്ങിയ ഒരുപാട് ഷർറുകളാണ് അതുകൊണ്ടുണ്ടായിട്ടുള്ളത്. എന്നാൽ ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ കക്ഷികളായ ഖവാരിജികൾ, അവരാണ് ഒന്നാമത്തെ കക്ഷി. ഖവാരിജ് അവർ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്തുപോയവരാണ്. അവരിലെ ഗുലാത്തുകൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോയവരാണ് എന്നാണ് പണ്ഡിതന്മാരുടെ വീക്ഷണം. കാരണം അവർ സഹാബികളെ തക്ഫീർ ചെയ്യുന്നു എന്ന് മാത്രമല്ല, മറ്റു ഒട്ടനവധി അപകടം പിടിച്ച വാദങ്ങൾ അവർക്കുണ്ട്. വൻപാപങ്ങൾ ചെയ്തവർ കാഫിറുകളാണ്. ഒന്ന് തക്ഫീർ ചെയ്യുക, മുസ്ലിമീങ്ങളെ തക്ഫീർ ചെയ്യുക. വൻപാപം ചെയ്തവർ കാഫിറാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈമാൻ കൂടുക കുറയുക എന്നില്ല, ഒന്നുകിൽ ഈമാൻ അല്ലെങ്കിൽ ഈമാനിന് പുറത്ത്, രണ്ടിലൊന്നല്ലാതെ അവർക്ക് വേറെയില്ല. അവർക്ക് നേരെ ഓപ്പോസിറ്റാണ് മുർജിയാക്കൾ. നമ്മൾ പറഞ്ഞു മുർജിയാക്കളുടെ പ്രത്യേകത എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അമലിന് ഈമാനുമായി ബന്ധമില്ല. ഒരാൾ എന്ത് തോന്നിവാസം ചെയ്താലും അയാളുടെ ഈമാൻ പെർഫെക്റ്റാണ്. ഖവാരിജികൾ നേരെ ഓപ്പോസിറ്റാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏത് തെറ്റ് ചെയ്താലും അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. വൻപാപങ്ങൾ പ്രത്യേകിച്ചും വൻപാപങ്ങൾ ചെയ്താൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നാണ് ഖവാരിജികളുടെ വാദം. അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾ അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകളോ മറ്റോ സംഭവിച്ചാൽ ആ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യാമെന്നാണ് ഖവാരിജികളുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെ അവർക്ക് ആ പേര് ലഭിച്ചതുപോലും ചില ഉലമാക്കൾ പറഞ്ഞത്, അവർ ഹാക്കിമുകൾക്കെതിരിൽ ഖുറൂജിനെ അനുവദിക്കുന്നു. അൽ ഖുറൂജു അലൽ ഹുക്കാം, അല ഹുക്കാമിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾക്കെതിരിൽ ഖുറൂജ് ചെയ്യാം, ആയുധമെടുത്ത് പുറപ്പെടാം എന്ന് വാദിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഖവാരിജികൾ എന്ന് പേരിട്ടത്. അതിലൂടെ അവർ അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടും അവർക്ക് ഖവാരിജികൾ എന്ന് പേര് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് അവരങ്ങനെ ചെയ്യാറുള്ളത്. ഏതാണ് ആയത്ത്? സൂറത്തുൽ മാഇദയിൽ കാണാം, വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ കാഫിറൂൻ. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കാത്തവർ കാഫിറാണ്. അവിടെ ഖവാരിജികൾ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് ഒരു തെറ്റ് സംഭവിച്ചാൽ, ഉദാഹരണത്തിന് വ്യഭിചരിച്ച ഒരാളെ ഒരു ഭരണാധികാരി എറിഞ്ഞു കൊന്നില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ ആ ഹുക്കുമിനെ തെറ്റിച്ചു, അതുകൊണ്ട് അയാൾ കാഫിറാണ്. ഒരാൾ കാഫിറാണെങ്കിൽ അയാൾക്കെതിരിൽ യുദ്ധം ചെയ്യാം
ഇതാണ് ഖവാരിജികളുടെ അസ്ല്. ലാ ഹാക്കിമ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഹുക്മ് പറയുന്നവൻ ഇല്ല. അതുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചതല്ലാതെ വേറെ എന്തു ഹുക്മ് ആര് നടത്തിയാലും അവരൊക്കെ കാഫിറാണ്. അതിൻ്റെ വകഭേദമാണ് പിന്നീട് ഇഖ്വാനുൽ മുസ്ലിമൂൻ. അതിനോട് ചായ്വ് കാണിച്ചുകൊണ്ട് സയ്യിദ് ഖുത്ബ്, അതിനോട് ചായ്വ് കാണിച്ചുകൊണ്ട് അബുൽ അല മൗദൂദി തുടങ്ങിയ ആളുകളും ഇഖ്വാനുൽ മുസ്ലിമിനെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും തലമുതിർന്ന നേതാക്കൾ. അതിനെക്കുറിച്ച് അറിയാത്ത സാധുക്കളായ ആളുകൾ വേറെ ഉണ്ട്. ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയിലും മറ്റും ഇഖ്വാനുൽ മുസ്ലിമൂനിലും മറ്റും ചേർന്ന ആളുകളുണ്ട്. കാരണം അവർക്ക് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ ചേരുക എന്നുള്ള നിലയ്ക്ക് ചേർന്ന ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് അറിയാത്തവരുണ്ട്. എന്നാൽ അവരുടെ അസ്ല് ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇഖ്വാനുൽ മുസ്ലിമിൻ്റെയും അസ്ൽ എന്താണ്? ഭരണകൂടത്തിനെതിരിൽ ഇറങ്ങി പുറപ്പെടുക. അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിലെ വസന്തം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലെയും ഭരണകൂടത്തിനെതിരെ അവർ ആളുകളെ കൂട്ടി വിപ്ലവം നടത്തുകയും ധാരാളക്കണക്കിന് ഫിത്നകൾ, ഫസാദുകൾ, രക്തച്ചൊരിച്ചിലുകൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്നതിലും ഇഖ്വാനുൽ മുസ്ലിമൂനും അതേപോലെ തന്നെ ആ ആശയമുള്ള ആളുകളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം അവരുടെയും വാദം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഹാക്കിമ ഇല്ലല്ലാഹ് എന്നാണ്. അതാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ ആദ്യം വാദിച്ചത്. എന്താണ്? ഇന്ത്യൻ ഭരണകൂടം എന്ന് പറയുന്നത് ത്വാഗൂത്താണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഇലാഹില്ല. ഖുർആൻ പറയുന്നത് ഉഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്, അള്ളാഹുവിനെ ആരാധിക്കണം, താഗൂത്തിനെ വെടിയണം. അപ്പോൾ ഇന്ത്യൻ ഭരണകൂടം താഗൂത്താണ്. അപ്പോൾ എന്ത് വേണം? ഭരണകൂടത്തെ അനുസരിക്കാൻ പാടില്ല. ഭരണകൂടത്തെ അനുസരിച്ചാൽ അത് ഭരണകൂടത്തിനുള്ള ഇബാദത്താണ്. ഇബാദത്തിന് അനുസരണം എന്നർത്ഥമുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണകൂടത്തെ അനുസരിച്ചാൽ അത് ഇന്ത്യൻ ഭരണകൂടത്തിനുള്ള ആരാധനയാണ്. അതുകൊണ്ടത് പാടില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കരുത്. കാരണം അത് ഇലാഹിനെ തെരഞ്ഞെടുക്കലാണ്. തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തൊരു സ്ഥാനാർത്ഥിയെ പാർലമെൻറ്റിലേക്ക് അയക്കുമ്പോൾ അത് നിയമം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പറഞ്ഞയക്കുന്നത്. നിയമം ഉണ്ടാക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് MLA യെ തിരഞ്ഞെടുക്കൽ, മന്ത്രിയെ തിരഞ്ഞെടുക്കൽ, തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കൽ ഒക്കെ ഹറാമാണ്, ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. ഭരണകൂടത്തെ അനുസരിക്കൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. ഗവൺമെൻറ് ഉദ്യോഗം വരെ അവരിൽ പലരും ഉപേക്ഷിച്ചു. എന്താണത്? അത് താഗൂത്തിനെ അനുസരിക്കലാണ്. പക്ഷെ അവർ പറഞ്ഞതനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് അവരുടെ ഭാഗത്തുനിന്ന് അവരുണ്ടാക്കിയെടുത്തൊരു ബിദഅത്തായതുകൊണ്ട് തന്നെ അത് പ്രായോഗികമല്ല. ഇസ്ലാമിക നിയമങ്ങൾ പ്രായോഗികമാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ വക ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ, അല്ലെങ്കിൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ ജമാഅത്തെ ഇസ്ലാമി അവരിൽ നിന്ന് എടുത്തതാണ്, അവരെ ഫോളോ ചെയ്ത് പറഞ്ഞതാണ്. പക്ഷേ അവർ സ്വന്തം വക കൊണ്ടുവന്നപ്പോൾ അവർക്ക് തന്നെ അതിനെ കൊണ്ടു നടക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, പിന്നീട് അവർക്ക് പറയേണ്ടി വന്നു, ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, അതിനെ നിലനിർത്താൻ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണമെന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി തന്നെ പ്രത്യേകം സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിക്കൊണ്ടും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സജീവമാണ് എന്നത് നമുക്കറിയാം. എനിവേ, ഈ ചിന്താഗതികളൊക്കെ വരാനുള്ള കാരണം ലാ ഹാക്കിമ ഇല്ലല്ലാഹ് വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫൗലൈക ഹുമുൽ കാഫിറൂൻ എന്ന സൂറത്തുൽ മാഇദയിലെ 44-ാമത്തെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവർ കൊണ്ടുവന്ന കാര്യമാണ്. അവിടെ അക്കാലഘട്ടത്തിൽ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ കുഫ്റു കുഫ്റുൻ ദൂന കുഫ്രിൻ ലാ യുഖ്രിജു സാഹിബഹു അനിൽ മില്ല. ഇത് ചെറിയ കുഫറാണ്. അതായത് ഒരാളൊരു തെറ്റ് ചെയ്താൽ തന്നെ അത് ചെറിയ കുഫറാണ്, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കുഫറല്ല. അതുകൊണ്ട് തന്നെ അവർക്കെതിരിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കുന്ന കുഫറല്ലത്, ഇത് ഇസ്ലാമെന്ന് പുറത്തു പോകാത്ത ചെറിയ കുഫറാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അക്കാലഘട്ടത്തിൽ അവർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കാതെ ഭരണകൂടത്തിനെതിരിൽ സംസാരിക്കുക, ഭരണാധികാരികൾക്കെതിരിൽ സംസാരിക്കുക, അവരുടെ തെറ്റുകളൊക്കെ പ്രചരിപ്പിക്കുക, അതൊക്കെ സംസാരിച്ച് ഭരണകൂടത്തിനെതിരിൽ വെറുപ്പുണ്ടാക്കിയെടുക്കുക, ഇത് രണ്ടും നമുക്ക് പാടില്ല. അതുകൊണ്ട് തന്നെ അൽ ഖുറൂജു അലൽ ഹാക്കിമി ബിസൈഫി വബിൽ ലിസാനി ഹറാമു. ഒരു ഹാക്കിമിനെതിരിൽ ആയുധം കൊണ്ടും ഇറങ്ങി പുറപ്പെടരുത്, നാവ് കൊണ്ടും ഇറങ്ങി പുറപ്പെടരുത്. ചില ആളുകൾ കരുതിയത് ആയുധം കൊണ്ട് ഇറങ്ങാനേ പാടില്ലാത്തുള്ളൂ, നാവ് കൊണ്ട് നമുക്ക് അവരെക്കുറിച്ച് എന്തും പറയാം. ഏത് സദസ്സിലും ഒരു ഹോട്ടലിൽ പോയിരുന്നാൽ ഹാക്കിമിനെ ചീത്ത പറയുക, ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഭരണാധികാരിയെക്കുറിച്ച് പറയുക, ഒരു മീറ്റിംഗ് കൂടിയാൽ ഭരണാധികാരിയെക്കുറിച്ച് പറയുക, ഒരു ലേഖനം എഴുതിയാൽ ഭരണാധികാരിയെക്കുറിച്ച് പറയുക, ഏതെങ്കിലും ഒരു രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ ഭരണകൂടത്തെക്കുറിച്ച് സംസാരിക്കുക.
പാടില്ലാത്തതാണ്. അത് ഭരണകൂടത്തിനെതിരിൽ നാവ് കൊണ്ട് ഇറങ്ങി പുറപ്പെടലാണ്. അതാണ് ഏറ്റവും അഖ്തർ. വാളിനേക്കാൾ ശക്തമാണ് നാവ്. വാള് എന്ന ആയുധത്തേക്കാൾ ശക്തമാണ് നാവെന്ന ആയുധം. നമുക്കറിയാം, ഇന്ന് പല ഇസ്ലാമിക രാജ്യങ്ങളിലും വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്നവർ വിപ്ലവത്തിൽ പങ്കെടുക്കുന്നില്ല. അവർ വേറെ നാട്ടിൽ വേറെ ഹോട്ടലിൽ സുഖമായി കഴിയാണ്. ഫലസ്തീനിൽ യുദ്ധം ആഹ്വാനം ചെയ്യുന്ന പല നേതാക്കളും അവർ ഖത്തറിലോ അമേരിക്കയിലോ ലണ്ടനിലൊക്കെ ഹോട്ടലിൽ ഇരുന്നിട്ട് ഡയലോഗ് അടിക്കുകയാണ്. പറഞ്ഞ ആളുകൾ ഇളക്കി വിടുകയാണ്. ഈ ഇളക്കിവിടൽ, നാവ് കൊണ്ട് ഇളക്കിവിടൽ ആയുധം കൊണ്ടുള്ള ഇളക്കിവിടലിനേക്കാൾ ഗൗരവമാണ്. കാരണം നാവ് കൊണ്ട് ഇളക്കി വിടുമ്പോഴാണ് ആളുകൾ എന്തെടുക്കുന്നത്? ആയുധമെടുക്കുന്നത്. അതുകൊണ്ട് അത്തരം വിഷയത്തിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധ കാണിക്കണം. ഇല്ലെങ്കിൽ വലിയൊരു സൈന്യത്തിനെതിരെ ചെറിയ സംഘത്തെ ഇളക്കി വിടുമ്പോൾ പിന്നെന്താ ഉണ്ടാവുക? ലക്ഷക്കണക്കിന് ആളുകൾ മുസ്ലിമീങ്ങളുടെ ഭാഗത്തുനിന്ന് മരിച്ചു വീഴുകയാണ് ചെയ്യുക. ഒരു പടക്കം അവിടെ കൊണ്ടുപോയി പൊട്ടിച്ചാൽ 10 മിസൈൽ ഇങ്ങോട്ടിടുന്ന ഒരു ടീമാണെങ്കിൽ അവിടെ ആ പടക്കം കൊണ്ടുപോയിടാൻ മെനക്കെടരുത് എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. കാരണം എന്താണ്? മുസ്ലിമീങ്ങളുടെ രക്തം പവിത്രമാണ്. നമ്മൾ കാരണം നമ്മുടെ ഉപ്പാക്കൊരു അടി കൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അംഗീകരിക്കുമോ? ഒരാളെന്ത് ചെയ്യാണ്? നാവിട്ട് ഇളക്കുകയാണ് മറ്റവരോട്. ഇളക്കുമ്പോൾ ഒക്കെ അവർ വന്ന് അടിക്കുന്നത് നമ്മുടെ ഉപ്പാനെയാണെങ്കിൽ ബുദ്ധിയുള്ള മകൻ എന്ത് ചെയ്യും? മിണ്ടാതിരിക്കും. കാരണം എൻ്റെ സംസാരം കൊണ്ട് എൻ്റെ ഉപ്പാക്കാണ് അടി കൊള്ളുന്നത്. നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് കലാപകാരികൾ പ്രശ്നം ഉണ്ടാക്കുന്നു, നമ്മുടെ ഭാര്യമാരെ അപമാനിക്കുന്നു, നമ്മുടെ പെൺമക്കൾ അപമാനിക്കുന്നു. അങ്ങനെയുള്ള പോക്കിരികളാണ് അപ്പുറത്തുള്ളതെങ്കിൽ ഒരു വ്യക്തി എന്ത് ചെയ്യും? ബുദ്ധിയുള്ള ഒരാൾ മിണ്ടാതിരിക്കും. കാരണം എൻ്റെ ഭാര്യയെ അപമാനിക്കാൻ സാധ്യതയുള്ള ആളുകളാണ്, എൻ്റെ പെൺമക്കൾ അപമാനിക്കും, വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കും, മിണ്ടാതിരിക്കണം. അതാണ് ബുദ്ധി. നേരെ മറിച്ച് അവനവൻ്റെ ധൈര്യവും മറ്റുമൊക്കെ കാണിച്ച് കുടുംബത്തിനെ അപകടത്തിൽപ്പെടുത്തിയാൽ അവൻ ബുദ്ധിമാനല്ല. എന്നതുപോലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾ അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ രക്തം പരമാവധി ചിന്താതിരിക്കാനും സംരക്ഷിക്കാനുമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ചിലതൊന്നും പറയാതിരിക്കേണ്ടി വരും, ചിലത് ചെയ്യാതിരിക്കേണ്ടി വരും. എന്തിനാണത്? ധൈര്യമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഭൂരിപക്ഷ മുസ്ലിമീങ്ങളെ സംരക്ഷിക്കൽ, അതാണ് ഏറ്റവും മുൻഗണന നൽകപ്പെടേണ്ടത്. രാഷ്ട്രത്തെ സംരക്ഷിക്കൽ. നിങ്ങൾ നോക്കൂ, സബയിലെ രാജ്ഞി, പരിശുദ്ധ ഖുർആനിൽ കാണാം, സബയിലെ രാജ്ഞി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടിൽ ശിർക്ക് ചെയ്യുന്നവരുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് സൈന്യത്തെ അയക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഒരു എഴുത്ത് കൊടുത്തു വിട്ടു പക്ഷിയുടെ കയ്യിൽ. അവരാ എഴുത്ത് വായിച്ചു. എന്നിട്ട് മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു, എന്ത് ചെയ്യണം? സുലൈമാൻ എന്ന് പറയുന്ന ഒരു രാജാവ് നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? അവരൊക്കെ പറഞ്ഞു, നഹ്നു ഉലു ഖുവ്വത്തിൻ വ ഉലു ബഅസിൻ ഷദീദ്, നമ്മൾ ഭയങ്കര ശക്തിയുള്ളവരാണ്, നമ്മളുടെ അടുത്ത് സൈന്യമുണ്ട്, ആയുധമുണ്ട്, വരട്ടെ നമുക്ക് നോക്കാം എന്നൊക്കെ ആര് പറഞ്ഞു? ആ അവരുടെ അധികാരത്തിൽപ്പെട്ട പ്രധാനികളായ ആളുകൾ പറഞ്ഞു. പക്ഷേ രാജ്ഞി എന്താ ചെയ്തത്? രാജ്ഞി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. കാരണം രാജാക്കന്മാർ വമ്പിച്ച സൈന്യമുള്ളവരാണ്. അവരൊരു നാട്ടിൽ കയറിയാൽ ആ നാടിനെ കുട്ടിച്ചോറാക്കും. അവരുടെ പൊതുധാരണ വെച്ച് പറയാണ്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ അക്രമം കാണിക്കുന്ന ഭരണാധികാരിയല്ല, പക്ഷേ തിന്മകളെ അദ്ദേഹം തടയും. അപ്പോൾ ഒരു രാജാവ് ഒരു നാട്ടിൽ കയറിയാൽ വമ്പിച്ച സൈന്യം വരും. അതുകൊണ്ട് ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറയതൻ അഫ്സദൂഹ വജഅലൂ അഇസ്സത അഹ്ലിഹ അദില്ല കദാലിക യഫഅലൂൻ. സാധാരണ ഭരണാധികാരികൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുത്തയച്ച് അദ്ദേഹത്തെ നമുക്ക് ഒന്ന് സമാധാനിപ്പിക്കാം. അങ്ങനെ സമ്മാനങ്ങൾ കൊടുത്തയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് നിങ്ങൾ സമ്മാനം തരാനോ? എനിക്ക് എൻ്റെ റബ്ബ് തന്നു തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് സൈന്യത്തെ കാത്തിരുന്നോളൂ. പിന്നെന്താ സംഭവിച്ചത്? ആ സ്ത്രീ സ്വയം ഇസ്ലാം സ്വീകരിച്ച് വേഗം സുലൈമാൻ നബീൻ്റെ അടുത്ത് വന്ന് അടിയറ വെക്കുകയാണ് ചെയ്തത്. ഒരാളുടെ ശരീരത്തിൽ പോലും ഒരു തുള്ളി രക്തം പൊടിയാതെ ആ പ്രശ്നം ആ രാജ്ഞി പരിഹരിച്ചു. ആ സ്ത്രീയുടെ ബുദ്ധി പോലും പല മുസ്ലിം നേതാക്കൾക്കുമില്ല എന്നുള്ളതാണ്. കാരണം ആ രാജ്യത്തിലെ ജനങ്ങളെ സംരക്ഷിക്കലാണ് പ്രധാനം. അതിന് ചിലപ്പോൾ അങ്ങോട്ട് എന്ത് ചെയ്യേണ്ടി വരും?
സമാധാന കരാറിലൊക്കെ ഒപ്പിടേണ്ടി വരും, ചിലപ്പോൾ സമ്മാനങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ സോപ്പിടേണ്ടി വരും. പക്ഷേ അതിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ സമാധാനമായി കിടന്നുറങ്ങുന്നുണ്ട്. ഒരു ബോംബിനെ പേടിക്കാതെ, ഒരു മിസൈലിനെ പേടിക്കാതെ പല രാജ്യങ്ങളിലുമുള്ള ആളുകൾ കിടന്നുറങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഈ ജാതി ഡയലോഗുകൾ അടിച്ച് എവിടെയെങ്കിലും പോയി നിന്നാൽ ബാക്കിയുള്ളവർക്കാണ് പ്രശ്നം. അതുകൊണ്ടാണ് പല രാഷ്ട്രങ്ങളിലെയും നേതാക്കൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെ ബുദ്ധിപരമായ സമീപനം സ്വീകരിക്കുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത ആളുകൾ, കണ്ടോ അവിടെ അങ്ങനെയൊക്കെ നടന്നിട്ട് ഇവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഈ വ്യക്തി തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം നീതിമാനാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഡയലോഗ് അടിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ദീന് ജീവിതത്തിൽ അമലാക്കുന്നതിൽ ഇവരാരെയും നമുക്ക് കാണാൻ കഴിയില്ല. ഈ പറയുന്ന ആളുകൾ അവരുടെ കുടുംബത്തിൽ നീതി പാലിക്കാത്തവരാണ്. ഭാര്യമാരോടും മക്കളോടും നീതി പാലിക്കുന്നതിൽ അവരെങ്ങനെ? അയൽവാസിയോടും നാട്ടുകാരോടും നീതി പാലിക്കുന്നതിലെങ്ങനെ? ഭരണകൂടത്തിന് അങ്ങോട്ട് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കുന്നതിലെങ്ങനെ? ഇതൊന്നും ചിന്തിക്കൂല. മറിച്ച് ഭരണാധികാരികളെല്ലാവരും മലക്കളെ പോലെ ആയിരിക്കണം എന്നാണ് പല ആളുകളുടെയും വിചാരം. ജനങ്ങൾ എത്ര മോശമായാലും കുഴപ്പമില്ല, ഭരണാധികാരികൾ അബൂബക്കറിനെ പോലെ ഉമറിനെ പോലെ ആയിരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഒക്കെ പിഴച്ച കക്ഷികളുടെ വാദമാണ്, പിഴച്ച കക്ഷികളുടെ വാദമാണ്. അത്തരം ചിന്താഗതികളിലേക്ക് ഒരിക്കലും പോകരുത്. ഒരു മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഹിക്മത്താണ്, ബുദ്ധിയും യുക്തിയുമാണ്. മനുഷ്യൻ്റെ രക്തത്തിനും, ഒരു മുസ്ലിമിൻ്റെ രക്തത്തിന്, ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിന്, ഒരു മുസ്ലിമിൻ്റെ സമ്പത്തിന് കഅബാലയത്തേക്കാൾ പവിത്രതയുണ്ട്. മസ്ജിദുൽ ഹറമിനേക്കാൾ, ദുൽഹജ്ജ് മാസത്തേക്കാൾ, യൗമ അറഫയേക്കാൾ അല്ലെങ്കിൽ യൗമുൻ നഹറിനേക്കാൾ പവിത്രതയുണ്ട്. അത് സംരക്ഷിക്കലാണ് പ്രധാനം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്മഊ, കേൾക്കണം നിങ്ങൾ, വ അത്തിയൂ, അനുസരിച്ചോളി, വ ഇനുസ്തുഅമില അലൈക്കും അബ്ദുൻ ഹബശിയുൻ, അബ്സീനിയക്കാരനായ ഒരു കറുത്ത അടിമയാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിലും അനുസരിച്ചോളി. അടുത്തത് ഇമാം ബുഖാരിയുടെ റിവായത്താണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, മൻ റആ മിൻ അമീരിഹി ഷൈഅൻ ഫകരിഹഹു ഫലിയസ്ബിർ. നിങ്ങളിൽ ആരെങ്കിലും സ്വന്തം അമീറിൽ നിന്ന്, ഭരണാധികാരികളിൽ നിന്ന് ഒരു വെറുപ്പുള്ള കാര്യം കണ്ടാൽ ഫലിയസ്ബിർ, ക്ഷമിക്കാണ് വേണ്ടത്. ഫഇന്നഹു ലൈസ അഹദുൻ യുഫാരിഖുൽ ജമാഅത ശിബ്റൻ ഫയമൂതു ഇല്ലാ മാത മീതതൻ ജാഹിലിയ്യ. ആരെങ്കിലും ജമാഅത്തിൽ നിന്ന് വേറിട്ട് പോയാൽ, അഥവാ ഒരു അമീറിനുള്ള ബൈഅത്തിനെ മുറിച്ച് ഇയാൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരിൽ ഇറങ്ങി പുറപ്പെട്ട് അയാൾ മരിക്കുകയാണെങ്കിൽ ജാഹിലിയ്യ മരണമാണത് എന്നാണ്. ജാഹിലിയ്യ മരണമാണ്. അതിനേക്കാൾ നല്ലത് ഫാജിറായ ഒരു ഭരണാധികാരിക്ക് കീഴിൽ അനുസരിച്ച് നിലകൊള്ളലാണ്. എന്നാൽ അതിനെതിരിൽ പുറപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ മരണം എന്ന് പറയുന്നത് ജാഹിലിയ്യ മരണമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഇമാം ബുഖാരി വീണ്ടും ഉദ്ധരിക്കുന്നു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അസ്സംഉ വത്വാഅതു അലൽ മർഇൽ മുസ്ലിമി ഫീമാ അഹബ്ബ വകരിഹ. ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിലും ശരി, വെറുപ്പുള്ള കാര്യമാണ് ഭരണകൂടത്തിൽ നിന്നുണ്ടായതെങ്കിലും ശരി, കേൾക്കുക, അനുസരിക്കുക. മാലം യുഅ്മർ ബിമഅസിയത്തിൻ, അനുസരണക്കേട് കാണിക്കാൻ കൽപ്പിക്കാത്ത കാലത്തോളം. ഭരണാധികാരി തെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളോട് നമസ്കരിക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ കള്ളു കുടിക്കണം, അല്ലെങ്കിൽ വ്യഭിചരിക്കണം എന്ന് അവർ നിർബന്ധമാക്കാത്ത കാലത്തോളം, നിങ്ങളോട് അനുസരണക്കേടിന് നിർബന്ധിക്കാത്ത കാലത്തോളം ഭരണാധികാരികളെ നിങ്ങൾ അനുസരിക്കണം. എന്നാൽ ഫഇദാ ഉമിറ ബിമഅസിയത്തിൻ ഫലാ സമഅ വലാ ത്വഅ, അനുസരണക്കേട് കാണിക്കാൻ പറഞ്ഞാൽ കേൾക്കണ്ട, അനുസരിക്കണ്ട. പക്ഷേ അനുസരിക്കുന്നില്ല എന്നതുകൊണ്ട് അയാൾക്കെതിരിൽ ഇറങ്ങി പുറപ്പെടാനോ, അയാൾക്കെതിരെ യുദ്ധം ചെയ്യാനോ, ആളുകളെ കൂട്ടാനോ, ഗ്രൂപ്പ് ഉണ്ടാക്കാനോ, അയാൾക്കെതിരിൽ വലിയ ലേഖനങ്ങൾ എഴുതി വാട്സപ്പ് നിറയ്ക്കാനോ ഒന്നും പാടില്ല. ഈ പറഞ്ഞ കാര്യം അനുസരിക്കുന്നില്ല, ഓക്കെ, പക്ഷേ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകുവാൻ പാടില്ലാത്തതാണ്. ഈ കാര്യം ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ കൂടുതൽ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ഭരണാധികാരികൾ മുസ്ലിമീങ്ങളായിരിക്കുന്ന കാലത്തോളം അവരിൽ മറ്റെന്ത് ഫുജൂറുകളുണ്ടെങ്കിലും, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന തെറ്റവർ ചെയ്യാത്ത കാലത്തോളം ഒരു ഭരണാധികാരി ബർറാകട്ടെ ഫാജിറാകട്ടെ ആ ഭരണാധികാരിയെ അനുസരിക്കണം. അതാണ് വസ്സംഉ വത്വാഅതു ലിൽ അഇമ്മ വ അമീരിൽ മുഅ്മിനീൻ. ഇവർക്കൊക്കെ സംഉം താഅത്തുമുണ്ട്. അൽ ബർരി വൽ ഫാജിരി, പുണ്യം ചെയ്യുന്ന ആളാണെങ്കിലും ശരി, മോശക്കാരനാണെങ്കിലും ശരി. വമൻ വലിയൽ ഖിലാഫത വജ്തമഅ അന്നാസു അലൈഹി വറദൂ ബിഹി, ജനങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട്
ഒരാളെ ഖലീഫയാക്കിയാലും ശരി, വമൻ ഗലബ അലൈഹിം ബിസ്സൈഫി ഹത്താ സാറ ഖലീഫ, ഒരാൾ ആയുധം കൊണ്ട് അധികാരം കൊണ്ട് അധികാരത്തിൽ വന്നാലും ശരി, വസുമ്മി അമീർ അൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ അമീർ എന്ന് പറയപ്പെട്ടാൽ അല്ലെങ്കിൽ ഖലീഫ എന്ന് വിളിക്കപ്പെട്ടാൽ പിന്നെ ആ വ്യക്തി എന്ത് ചെയ്യണം? കേൾക്കണം, അനുസരിക്കണം. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വമ്പിച്ച അസലുകളിൽപ്പെട്ട ഒരു അസലാണ്. ഇതിൽ നിന്ന് ആദ്യം തന്നെ തെറ്റിപ്പോയവരാണ് ഖവാരിജുകൾ. അതിനുശേഷം അവരെ പിന്തുടർന്ന് വന്ന ഷിയാക്കളും മറ്റു ഗ്രൂപ്പുകളുടെ ഒക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഭരണാധികാരികൾക്കെതിരിൽ ആയുധവും എടുത്ത് ഇറങ്ങലും സംസാരിക്കലുമാണ്. അഹ്ലുസുന്നയുടെ ആളുകൾക്ക് ഇതിൽ രണ്ടിലും പങ്കില്ല. അവർ നാവ് കൊണ്ടും ഇറങ്ങരുത്, ആയുധം കൊണ്ടും ഇറങ്ങരുത്. അതാണ് നമ്മുടെ മൻഹജ്. ഹദാ വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.